മോദി അമിത്ഷാ കൂട്ടുകെട്ട് അടുത്ത വിജയം കാണാൻ പോവുകയാണ്. ഒപ്പം ഇപ്പോൾ പുതിയ ശക്തി കൂടി ചേർന്നിട്ടുണ്ട്, നിതിൻ നബീൻ. അടുത്ത ലക്ഷ്യം വയ്ക്കുന്നത് പഞ്ചാബിനെയാണ്. പഞ്ചാബ് BJPയുടെ ഉള്ളം കയ്യിലാണ് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ഉത്തരേന്ത്യയിലുള്ളവരടക്കം വിലയിരുത്തുന്നത്. കാരണം AAP ഭരിച്ച സ്ഥലമാണ്. AAP ഭരിച്ച ഒരു സ്ഥലം BJPക്ക് എടുക്കാൻ വലിയ പാടൊന്നുമില്ല. നിരവധി സംസ്ഥാനങ്ങളിലെ വലിയ വിജയം അതിന് ശേഷമാണ് പഞ്ചാബിലേക്ക് പോകുന്നത്. എങ്ങനെ നോക്കിക്കാണാം സാർ ഈ 117 സീറ്റുകളിൽ ഒറ്റയ്ക്ക് BJP മത്സരിക്കുമ്പോൾ? അല്ല, എപ്പോഴും ഈ ഒരു ദേശീയ പാർട്ടികൾ പ്രാദേശിക കക്ഷികളുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്, അതിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് തന്നെയാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ദേശീയ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള കുറേ പേര് എല്ലാ സംസ്ഥാനങ്ങളിലും കാണും. എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ രാഷ്ട്രീയം. ഇപ്പോഴങ്ങനെ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി എന്ന് പറയാൻ ഒരാളേ ഉള്ളൂ, ഒരു നീളം അത് BJP മാത്രമാണ്. അതെ, ബാക്കിയൊന്നും ഇപ്പം അങ്ങനെ ഒരു ദേശീയ കക്ഷികളെ അല്ല. കോൺഗ്രസിൻ്റെ ഒരു ദേശീയ കക്ഷി എന്ന നിലക്കുള്ള അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ട് കാലം കുറയായി. ഇപ്പോൾ എന്നുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളം, കർണാടക, തെലുങ്കാന, ഇതാണ് ആകെ ഇവിടെ ഉള്ളത്. പിന്നെ ഉള്ളവരെണ്ണം ഹിമാചലുമാണ്. ഇതാണ് 4 സംസ്ഥാനങ്ങൾ. ഇതൊരു ദക്ഷിണേന്ത്യയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂക്കിന് കിട്ടിപ്പോകുന്നതാണ്. അല്ലാതെ അതൊരു വലിയ രീതിയിലൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടായിട്ട് കിട്ടുന്നതല്ല. ഇപ്പോൾ കേരളം നമുക്കറിയാമല്ലോ. കേരളം കിട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാലോ അത്ര മോശമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യം നാട്ടുകാർ പറയണമെന്നാണ്. ജനങ്ങൾ മറുപടി പറയണമെന്നാണ്. ജനങ്ങൾക്ക് എന്താ കാര്യമുള്ളത് ഇതിനകത്ത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ തോറ്റു തുന്നം പാടി. പക്ഷേ അവരെന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യം അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ജനങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളെന്തുകൊണ്ടാണ് തോറ്റതെന്നാണ് അവർ പറയുന്നത്. അത് പോയിക്കോട്ടെ. അപ്പോൾ BJP വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലക്കും പഞ്ചാബിൽ 117 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിക്ക് നല്ലതാണ്. അത് എവിടെയും അങ്ങനെ തന്നെയാണ്, ഒറ്റയ്ക്ക് പാർട്ടി. കാരണം നമുക്ക് അവിടെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം മിനിമം നമുക്ക് വോട്ടെങ്കിലും കൂടുതൽ കിട്ടും. നമ്മളൊരു സഖ്യത്തിൽ പോയി കഴിഞ്ഞ് മത്സരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിച്ചു, സഖ്യത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ചു. കോൺഗ്രസ്സിന് ഒരു ചെറിയ പാർട്ടിയായിട്ട് മാറിപ്പോകും. നമുക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ സഖ്യം ചേർന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ പാർട്ടി ചെറുതായിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് എല്ലാ സീറ്റിലും മത്സരിക്കാൻ പറ്റില്ല. മേജർ കക്ഷിയായിരിക്കും മാക്സിമം സീറ്റുകളിൽ മത്സരിക്കുക. ചെറിയ സീറ്റുകളെ കിട്ടുകയുള്ളൂ. അത് തോക്കാനിടയുള്ള സീറ്റുകളായിരിക്കും കിട്ടുക. അപ്പോൾ പാർട്ടിയുടെ വളർച്ച സഹായകരമാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയുടെ വളർച്ചയ്ക്ക് നല്ലത് എപ്പോഴും ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് തന്നെയാണ്. പാർട്ടി വളരും. സർ, പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, അത് കഴിഞ്ഞ് ഹരിയാന, ബീഹാർ, ആസാം, പശ്ചിമ ബംഗാൾ, ഇനിയാണ് പഞ്ചാബ്. അപ്പോൾ ഏറ്റവും ഈസി അല്ലേ BJPയെ സംബന്ധിച്ചിടത്തോളം? അല്ല, BJP എന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പും ഈസിയല്ല. ഈസി വാക്ക് ഓവർ എന്നൊക്കെ പറയുന്നത് ഈ പത്രക്കാരുണ്ടാക്കിയെടുക്കുന്ന ചില സ്വപ്നങ്ങളാണ്. ഈസിയല്ല. ഒരു തെരഞ്ഞെടുപ്പും ഈസിയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈസിയല്ല. ഈ ജയിച്ച സ്ഥലങ്ങളിലെല്ലാം ജയിക്കുന്നതിന് വേണ്ടി എത്രയോ കൊല്ലമായിട്ട് അവിടെയൊക്കെ പണിയെടുത്തിട്ടുണ്ട്. ദീർഘകാലം പണിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നൊരു വിജയമാണ്. അല്ലാതെ വെറുതെ വന്നിട്ടൊരു വിജയം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഫ്ലൂക്കിന് വിജയിച്ചു വരുന്നതല്ല. അതിന് ദീർഘകാലത്തെ സ്ട്രാറ്റജി ഇട്ട് വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജയിക്കുക. അത് എവിടെയായാലും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു ഈസി ആയിട്ട് നമ്മൾ വെറുതെ ഏത് കുറ്റിച്ചൂലിൽ നിന്നാലും ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തം പറഞ്ഞാൽ എന്നാൽ പിന്നെ അവൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അങ്ങനെ കുറ്റിച്ചൂലുകൾ, പിന്നെ ഒന്നാമത് രാഷ്ട്രീയത്തിൽ കുറ്റിച്ചൂലുകളുടെ കാലം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. കാരണം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്നവർ നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ കഴിവുണ്ടെന്ന ആളുകൾക്ക് ബോധ്യമുള്ളവരുമാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പണ്ടങ്ങനെയല്ല. പണ്ട് വിദ്യാഭ്യാസം ഒരു ഘടകമായിരുന്നില്ല.
ആ ഘടകം ഇപ്പോൾ ഇന്നിപ്പോൾ വിദ്യാഭ്യാസം അവൻ്റെ ബാക്കി സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഘടകമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ. വലിയ സമ്പന്നരൊക്കെ രാഷ്ട്രീയത്തിൽ വരികയും അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഓരോരുത്തർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരുടെ സ്വത്ത് വിവരം പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾ അമ്പരന്ന് പോകുന്നത്. വലിയ കോടികളുള്ളവരാണ് തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് വരികയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിണറായി വിജയന് പോലും കോടികളുണ്ട്. അപ്പോൾ അത് പിണറായി വിജയന് പോലും എന്ന് പറഞ്ഞാൽ, കാരണം പിണറായി വിജയൻ അങ്ങനെ വേറെ ജോലിയൊന്നും ചെയ്യാതെയാണ് ഇത്രയും കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, ഒരു വക്കീല് പോലും അല്ല, ഒന്നുമല്ല പാവം. ആകെ അറിയാവുന്ന പണി സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള 3-4 വാക്കുകളാണ് അറിയാവുന്ന. അത് വെച്ചിട്ടാണ് പുള്ളി ഇത്രയും ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഓരോ വാക്കും പുള്ളിക്ക് കോടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രംഗമൊക്കെ കഴിയുകയാണ്. അപ്പോൾ വളരെ മിടുക്കരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടും. ഒരു മിടുക്കില്ലാത്ത സ്ഥാനാർത്ഥിയും മിടുക്കുള്ളൊരു സ്ഥാനാർത്ഥിയും നിന്ന് കഴിഞ്ഞാൽ അയാൾ ജയിച്ചില്ലെങ്കിൽ പോലും അയാൾക്ക് കൂടുതൽ വോട്ട് കിട്ടും. അപ്പോൾ ഈ 117 സീറ്റുകളിലേക്കും BJP മത്സരിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ഗുണമുണ്ടാകും. എന്തായാലും പാർട്ടിക്ക് അതുകൊണ്ട് നഷ്ടം വരില്ല, ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും നഷ്ടം വരില്ല. വിശേഷിച്ച് ഒരു ദേശീയ പാർട്ടി, ആ ദേശീയ പാർട്ടിയായിട്ട് തന്നെ നിലനിൽക്കുമ്പോൾ എല്ലായിടത്തും മത്സരിക്കുന്നത് തന്നെയാണ് ശരിയാണ്. 10 വോട്ടെങ്കിൽ 10 വോട്ട് കിട്ടുമല്ലോ. എന്തായാലും ഒരു ദേശീയ പാർട്ടിക്കുള്ളൊരു ഗുണം അതിന് എല്ലായിടത്തും അതിന് ബേസ് ഉണ്ടാവുമല്ലോ. എല്ലായിടത്തും ബേസ് വരുമ്പോഴേ ഒരു രാഷ്ട്രീയ കക്ഷി ദേശീയ കക്ഷിയായിട്ട് മാറുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയൊക്കെ ഇരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ കക്ഷിയാണെന്നാണ് പറയുന്നത്. എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല. ഡൽഹിയിലൊക്കെ ഈ ആഫീസ് തുറന്നിരിക്കേണ്ട ഒരു കാര്യമില്ല. ഡൽഹിയിലൊക്കെ ആരാ ഉള്ളത്? അവിടെ പാർട്ടി ഇല്ലല്ലോ. ഇല്ല. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ബേബി ഉണ്ട് അവിടെ, പിന്നെ ബ്രിട്ടാസ് ഉണ്ട്, പിന്നെ ചില പത്രപ്രവർത്തകരുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ പാർട്ടി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനം അവരെല്ലാ ദിവസവും വൈകുന്നേരം വാർത്ത വായിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് പറഞ്ഞ് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ വാർത്ത ഡൽഹിയിലാരും കേൾക്കില്ല. ഡൽഹിയിൽ കേൾക്കാത്ത കാരണം അതുകൊണ്ട് രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ടൊരു ദേശീയ കക്ഷി എന്ന നിലക്ക് നോക്കുന്ന സമയത്ത് അതിനെ ഈ രീതിയിൽ തന്നെ അത് മത്സരിക്കുന്നത് തന്നെയാണ് ഉചിതമായിട്ടുള്ളൊരു കാര്യം. പിന്നെ അത് ഈസി വാക്ക് ഓവർ ഞാൻ അങ്ങനെ കരുതുന്നേ ഇല്ല. ഒരു തെരഞ്ഞെടുപ്പും ഈസി വാക്ക് ഓവർ അല്ലാന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. സർ, പക്ഷേ AAP ഭരിച്ച ഒരു സംസ്ഥാനം, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം, AAP ഭരിച്ച് ഏറ്റവും അധികം നശിപ്പിച്ച, അതായത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ, അതായത് വലിയ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഭരണത്തിൻ്റെ മികവ് എത്രത്തോളം പ്രതീക്ഷിക്കും. ഒരു ചെറിയ പിഴവുണ്ടായാൽ പോലും വലിയ നിരാശ അതിലുണ്ടാവും. ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം നൈരാശ്യത്തിലാണ് പഞ്ചാബിൻ്റെ തെരുവുകളെ പറ്റി പോലും പറയുന്നത് അമേരിക്കയിലൊക്കെ ഈ സോംബി ഡ്രഗ് തുടങ്ങി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരുന്നത് കൊക്കൈനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് MDMA അത് ഇതുമൊക്കെ വന്നു. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സോംബി ഡ്രഗുകൾ എന്നൊക്കെ പറയുന്ന അതിമാരകമായ മയക്കുമരുന്നുകൾ. അത് ഇന്ന് കേരളത്തിൽ പോലും അത് വിരളമാണ് എന്നാണ് പറയുന്നത്. 1-2 കേസുകളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ ഇത് പഞ്ചാബിൽ സുലഭമാണ് എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ നാടിനെ പെത്തഡിനും മോർഫിനും ഒക്കെ എങ്ങനെ ഭരിച്ചിരുന്നു, അതുപോലെ ഇന്നത്തെ യുവാക്കൾ പഞ്ചാബിലാകമാനം ഈ പറയുന്ന സോംബി ഡ്രഗുകൾ പോലുള്ള ഡ്രഗ്സിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥയും അസ്ഥിരതയും പിന്നെ ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും ഇതൊന്നും AAPയെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അതിന് ശക്തനായ ഒരു നേതൃത്വം വേണം. അതിനൊരു ഡബിൾ എഞ്ചിൻ വേണം. ആ ഡബിൾ എഞ്ചിൻ കേന്ദ്ര സർക്കാരും സംസ്ഥാനം BJP ഭരിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് സാധ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ BJPക്കാണ് അനുകൂലം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാവില്ല. അല്ല, എപ്പോഴും ഒരു കരുത്തനായ ഭരണാധികാരി വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും. അതങ്ങനെയാണ്. കാരണം ഭരണം കൊണ്ടു നടക്കാൻ കെൽപ്പുള്ള ഒരാൾ വേണം എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? എല്ലാ ജനങ്ങളും ആഗ്രഹിക്കും. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മെക്കിട്ട് കയറാൻ ചെല്ലരുത്. അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. AAPക്ക് അതിന് കഴിയില്ല. കാരണം AAPയുടെ നേതാവ് എന്ന് പറയുന്ന കെജ്രിവാൾ ലോക ഉഡായിപ്പാണ്. ഉഡായിപ്പിൻ്റെ ആശാനാണ് അദ്ദേഹം. അത് അണ്ണാ ഹസാരെ തന്നെ പറഞ്ഞില്ലേ? അണ്ണാ ഹസാരയുടെ കൂടി നടന്നിട്ട് അങ്ങേരെ വെള്ളത്തിലാക്കിയിട്ട് അതിൽ നിന്നുള്ള ആളുകളെ സംഘടിപ്പിച്ചെടുത്തിട്ടാണ് ഇയാൾ ഇതിനകത്തേക്ക് വരുന്നത്.
എന്തെല്ലാം പറയുമോ അതിൻ്റെ നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. അതാണ് ഞാൻ ഉഡായിപ്പെന്ന് പറഞ്ഞത്. ലളിത ജീവിതത്തെക്കുറിച്ച് പുള്ളി ആം ആദ്മി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെന്നാണ്. അതിന് പുള്ളി സ്ലാക്ക് ഷർട്ടും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കും എന്നുള്ളതല്ലാതെ. പക്ഷേ കൊട്ടാരം എന്താ, ഗ്ലാസ് ചില്ല് കൊട്ടാരമാണ് പണിതത്. അതെ. പിന്നെ 3 വീടുകളൊക്കെ പുള്ളി ഒക്കപ്പ് ചെയ്ത് വെച്ചു. പിന്നെ മദ്യത്തിനെതിരെ അണ്ണാ ഹസാരെ പറഞ്ഞ് പുള്ളി മദ്യം വിറ്റ് കാശുണ്ടാക്കി, അതിനിടയിൽ കൂടി വേറെയും കാശുണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻറ്റിഗ്രിറ്റി ഇല്ലാത്ത, കൾച്ചറൽ ഇൻറ്റിഗ്രിറ്റി ഇല്ലാത്ത, മോറൽ ഇൻറ്റിഗ്രിറ്റി ഇല്ലാത്ത, പൊളിറ്റിക്കൽ ഇൻറ്റിഗ്രിറ്റി ഇല്ലാത്തൊരു പാർട്ടിയാണ് AAP. അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചാബിലെ AAPയുടെ ഭരണം എന്ന് പറഞ്ഞാൽ ശിഥിലമായി പോകും, തർക്കമില്ല. അങ്ങനെ ശിഥിലമായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കാനിടയുള്ളത് ഒരു കരുത്തുള്ള പാർട്ടി വരട്ടെ എന്നുള്ളതാണ്. ആ കരുത്തുള്ള പാർട്ടി തീർച്ചയായിട്ടും BJP ആയിരിക്കും, അതിൽ സംശയം വേണ്ട. വേറെ കരുത്തുള്ളൊരു പാർട്ടി ഇന്നിപ്പോൾ ഇന്ത്യൻ സിനാറിയോയിൽ ഇല്ല, അതാണ് വസ്തുത. മാർക്സിസ്റ്റുകാരെ വെക്കാൻ പറ്റുമോ, CPIക്കാരെ വെക്കാൻ പറ്റുമോ, കോൺഗ്രസ്സുകാരനെ വെക്കാൻ പറ്റുമോ, ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയൻ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് BJP അവിടെ അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്.